Okay, good morning, dears. All of you mark your attendance. Please mark your attendance. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശവർഗങ്ങളാണ് പഠിച്ചത് അല്ലെ? ചാ ഛാ ജാ ഛ ഞ അല്ലേ? വ്യഞ്ജനാക്ഷരങ്ങളില് ചവർഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ എല്ലാ മക്കളും എഴുതിയിട്ടുണ്ടായിരുന്നു? നന്നായിട്ട് എഴുതി നോക്കിയോ? മുഴുവൻ കിട്ടുന്നുണ്ടോ? ഛ ഛ ജ ഛ ഞ എഴുതാൻ കിട്ടുന്നുണ്ടോ നോക്കണ്ടേ നമുക്ക് ഫസ്റ്റ്? ഇവിടെ വെരി ഗുഡ്, എഴുതിയിട്ടുണ്ട് ഹർഷാല് അല്ലേ? ഓക്കെ, ലിസൺ. നമ്മൾ എന്തൊക്കെ എടുക്കണം? ടേക്ക് യുവർ സ്ലേറ്റ്, ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പെൻസിൽ എല്ലാം എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ എഴുതുവാണേ. നമുക്ക് നോക്കാം ആരാ ഫസ്റ്റ് ആവുകയാണേ. വേഗം എഴുതി, എല്ലാ മക്കളും വേഗം എഴുതിയേ. ഓ, അപ്പൊ ച ഫസ്റ്റ് വൺ ഇതാ ച. കാക്ക കാക്ക മാർക്കല്ലേ? ച. നെക്സ്റ്റ് ച ചിരവ, ച ചായ. നെക്സ്റ്റ് ജ ജനൽ, ജനൽ. അടുത്തത് ചഷം, ചഷം. നെക്സ്റ്റ് ഞ, ഞണ്ട്, ഞാറ്. ഓക്കെ, അപ്പൊ ച ഛ ജ ഛ ഞ അല്ലെ? ച ചിരവ, ഛ ഛായ, ജ ജനൽ, ഛ ചഷം, ഞ ഞാറ്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് മക്കളെ? ക അല്ലേ? നോക്കാം, ക എഴുതണ്ടേ നമുക്ക്? കവർഗങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ നമ്മള്? ക. നെക്സ്റ്റ് ഖ, ക കരടി, ഖ നഖം, ഗ ഗദ. അടുത്തത് ഘടികാരം, ഘടികാരം. ങ തേങ്ങ. ഓക്കെ, ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ് തൊട്ട് അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോ ഖ ഖ ഗ ഘ ങ. നെക്സ്റ്റ് ച ഛ ജ ഛ ഞ. അപ്പൊ നമ്മള് കവർഗങ്ങൾ പഠിച്ചു വ്യഞ്ജനാക്ഷരങ്ങളില്. നെക്സ്റ്റ് ടവർഗങ്ങളും പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇന്ന് ടവർഗങ്ങളാണ് പഠിക്കേണ്ടത് അല്ലെ? ക ച ട. ഇനി അടുത്തത് ടവർഗം. ഓക്കെ, മക്കളെല്ലാവരും എഴുതിയോ അത്? അപ്പൊ നമ്മള് ച ഛ ജ ഛ ഞ കുറെ പേര് എഴുതി. സായൊക്കെ എഴുതി. നെക്സ്റ്റ് ആരൊക്കെ എഴുതി മക്കളെ? ഹനിയ ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ മോള്? മോള് പഠിച്ചോ ചവർഗങ്ങൾ? ച ഛ ജ ഛ ഞ പഠിച്ചോ? ഓക്കെ, വെരി ഗുഡ്. എഴുതാൻ പഠിക്കണേ. ഫസ്റ്റ് മുകളിൽ എഴുതണേ. ക ഖ ഗ ഘ ങ, ച ഛ ജ ഛ ഞ. അങ്ങനെ നമ്മള് കവർഗങ്ങളും ചവർഗങ്ങളും പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് ഓരോ വേർഡും പഠിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പൊ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എന്താണ്? ഠ അല്ലെ? ട ഠ ഡ ഠ ണ. ട ഠ ഡ ഠ ണ. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലെ? ടവർഗങ്ങൾ. അപ്പോ എന്താണ് ട്ടാ? അടുത്ത പേജ് നോക്കിയേ മക്കൾ. ടെക്സ്റ്റിലത്തെ പേജ് ഞാൻ വായിക്കാം. സ്ലേറ്റ് അവിടെ തന്നെ വെച്ചോ, മാറ്റൊന്നും വേണ്ട. നമുക്ക് എഴുതി പഠിക്കണ്ടേ? ഓക്കെ, വായിക്കാം എഴുതാം എന്നുള്ളത് ടെക്സ്റ്റിൽ കണ്ടോ മക്കളെ? 20 എത്രയില്ല? നിങ്ങളതിൽ എത്രയാ പേജ് നമ്പർ? വെരി ഗുഡ് സായ. എഴുതി 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 പഠിക്കണം കേട്ടോ. അപ്പൊ നല്ല വൃത്തിയോ. ഓക്കെ, കൂട്ട
കുട്ട മട ലട ചട്ട ഓക്കെ മക്കളെ, നെക്സ്റ്റ് അപ്പൊ വായിക്കാം എഴുതാം എന്നുള്ളതില് നമ്മൾ നെക്സ്റ്റ് പേജാണ് വായിക്കുന്നത് കേട്ടോ. മിസ് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് വൺ കുട, ട കുട. അടുത്തത് പീഠം. കണ്ടോ നിങ്ങള്? രണ്ടാമത്തെ പിക്ചർ എന്താ? പീഠം, ഇരിക്കുന്നത് അല്ലെ? പീഠം എന്താ പറയാ? പീഠം. ഠ പീഠം. ആ റെഡിങ്കിൽ കാണുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ലെറ്റർ. പീഠം. നെക്സ്റ്റ് ഗരുഡൻ. അടുത്ത എന്താ? ഗരുഡൻ അല്ലെ? ഗരുഡൻ. ഗരുഡനെ അറിയില്ലേ നിങ്ങൾക്ക്? അറിയോ? എന്താ പറയാ? ഗരുഡൻ. അതിൽ റെഡിങ്കിൽ കാണുന്നതാണ് നമുക്ക് പഠിക്കേണ്ട ലെറ്റർ. ഓക്കെ. നെക്സ്റ്റ് ധക്ക. അടുത്തത് ധക്ക. എന്താ പറയുക? ധക്ക അല്ലേ? ധക്ക. നെക്സ്റ്റ് നോക്കിയേ, തോണി. തോണി. ഓക്കെ, അപ്പൊ ട കുട എന്നുള്ള ട നമുക്ക് പഠിക്കണം. നെക്സ്റ്റ് പീഠം എന്നുള്ളത് ട പഠിക്കണം. അടുത്ത ഗരുഡൻ എന്നുള്ളത് ഡ പഠിക്കണം. അടുത്തത് ധക്ക എന്നുള്ള ഠ പഠിക്കണം. നെക്സ്റ്റ് ന, തോണി എന്നുള്ള വീണാന്നൊക്കെ എഴുതുന്ന അല്ലേ? അത്രയും നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കത് പഠിക്കണ്ടേ? അപ്പൊ നിങ്ങൾ ഈ ഡോട്ട് ഇന്നത്തെ നമ്മുടെ തൊട്ട് താഴെയുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരുന്നോ പെൻസിൽ എടുത്തിട്ട്? ചിരവ അതൊക്കെ എഴുതിയിട്ടുണ്ടോ? ചിരവ, ചായ, ജനൽ, ചഷം. ഓക്കെ, വെരി ഗുഡ് ഫാത്തിമ. ഓക്കെ, അപ്പൊ ഓക്കെ ഓക്കെ, അപ്പൊ വെരി ഗുഡ്. അപ്പൊ എല്ലാവരും എഴുതിയിട്ടുണ്ട്. ചഷം എന്നൊക്കെയുള്ള ഡോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഏതാ? അടുത്ത ഏതാ നോക്കിയ മക്കളെ? നമുക്ക് എഴുതാനുള്ള ഡോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള നിങ്ങൾ രാത്രി പിന്നീട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാ? വർഗങ്ങളാണ്. അല്ലേ? ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എഴുതാം. ശ്രദ്ധിക്കൂ കേട്ടോ മക്കളെ. ഫിലിസൺ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടായ. കുടാന്നുള്ള ട. എസ് എഴുതുന്നില്ലേ നിങ്ങൾ ഇംഗ്ലീഷില്? എസ് ഇങ്ങനെ. ഓക്കെ, കുട. എളുപ്പമുണ്ടല്ലേ സായിക്കേ? അയ്യോ, ഡാറ്റ ഡാറ്റ. വെരി ഗുഡ്, കംപ്ലീറ്റ് ചെയ്ത് മിസ്സിനെ തോൽപ്പിച്ചു. ഇപ്പൊ ഞാൻ പഠിക്കുന്നു ഇത്ര അല്ലേ? അല്ലേ? നെക്സ്റ്റ് വൺ ഏതാ നോക്കിയേ? ഒരു വട്ടപൂജ്യം അല്ലെ? സിമ്പിൾ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ? സോ സിമ്പിൾ അല്ലെ? ഒന്നും പണിയില്ല. നിങ്ങൾ എല്ലാവരും ഓ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ അല്ലേ? ഓ അപ്പൊ രണ്ടാമത്തത് ഠാണ്. എഴുതാൻ കിട്ടുന്നുണ്ടോ മക്കൾക്ക്? ടാട്ട. എളുപ്പമുണ്ടല്ലേ ജാനകി മനു? എഴുതിയല്ലേ? വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കിയേ ഡ. ഗരുഡൻ എന്നുള്ള ഡ. നോക്കണേ, എഴുതാൻ കിട്ടുന്നുണ്ടോ? വേഗം പോയിട്ട് എഴുതാൻ കിട്ടുന്നില്ലേ? ഡ ഗരുഡൻ. എങ്ങനെ നോക്കിയേ? മറ്റേതെങ്കിലും ഇംഗ്ലീഷ് പഠിച്ച അക്ഷേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഡ നോക്കിയേ എങ്ങനെയാ ഡ എഴുതേണ്ടതെന്ന്? ആദ്യം റാ എഴുതി വളച്ചു. സോറി, ആദ്യം റാ എഴുതുമ്പോൾ എഴുതും, എനിക്ക് വളച്ചു രണ്ടോട്ട്. ഡ ഗരുഡൻ. കണ്ടോ മക്കളെ? എഴുതാൻ കിട്ടിയോ? ഉണ്ടോ? ഇതാണ് അപ്പോ ആദ്യത്തെ ട, കുട എന്നുള്ള ട. നെക്സ്റ്റ് പീഠം എഴുതുന്ന ട. ഇതാ കുഞ്ഞി പൂജ്യം ഉണ്ടോ? വട്ട, സീറോ. ഓക്കെ, പിന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ ഓ എഴുതില്ലേ? അതേപോലെ. നെക്സ്റ്റ് ഡ ഗരുഡൻ. ഗരുഡൻ എന്നുള്ള ഡ. അടുത്തതാണ് നമുക്ക് എഴുതേണ്ടത് എന്താണ്? ഇതന്നെ എഴുതിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കൂട്ടുവാണ് അല്ലേ? നോക്കിയേ, ഡക്ക എന്നുള്ളത്
ചക്ക. എഴുതിയോ? എഴുതിയോ? ഓക്കെ, എളുപ്പമുണ്ടല്ലേ? ആ മക്കളെല്ലാവരും സൂപ്പറായി. വെരി ഗുഡ്. ഉണ്ടോ? നിന്ന. അപ്പൊ എല്ലാവരും സൂപ്പറായി, എഴുതാൻ സ്പീഡായി അല്ലേ? എല്ലാവരും പഠിച്ചു അല്ലേ? വെരി ഗുഡ്. ഓക്കെ, ഗുഡ് ഗുഡ്. നോക്കി എല്ലാവരും നോക്കി എഴുതിയേ. നല്ല നീറ്റില് കൊറേ പ്രാവശ്യം എഴുതിയ മക്കളെ. ഓ ഓക്കെ, വെരി ഗുഡ്. വേഗം എഴുതി, കൊറേ പ്രാവശ്യം എഴുതണേ മക്കള്. ഓക്കെ, എഴുതിയോ? വെരി ഗുഡ്. എല്ലാവരും എഴുതിയോ? ഓക്കെ. അപ്പൊ ട ഠ ഡ ഠ ന. എങ്ങനെ എഴുതേണ്ടത് മനസ്സിലായോ മക്കൾക്ക്? ഇങ്ങനെ എഴുതി, ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു. ഉണ്ടോ? എഴുതി നോക്കിയേ. വീണ, അരണ. വെരി ഗുഡ് ഹർഷാൽ. ദിയ പ്രമോദ് എഴുതി. ദന്തവേ എന്ന് കാണട്ടെ മോനെ. ഹർഷാൽ എഴുതി. വെരി ഗുഡ് ഹർഷാൽ. ആഫിയ, എന്ത് പറ്റി ഹർഷാലിന്? വെരി ഗുഡ്. ഓക്കെ, അടുത്തത് ആരാ എഴുതിയ? ഹനിയ ഫാത്തിമ എഴുതിയിട്ടുണ്ട്. സായക്സിനേഷ് എഴുതി. നിഹാര, നിഹാൽ. അടുത്താരാ? ദിയ പ്രമോദ്. സയാൻ എഴുതിയ മോനെ. റിഷാൻ, ജാനകി മനു, മാനവ് ഷൈജു, അല്ല മാനവ് ഷൈജുനെ പാടില്ല, മാർട്ടിൻ ഷനോജ്. നെക്സ്റ്റ് ആരാ? എന്ത് പറ്റി ഹർഷാലിന് ഒരു ദേഷ്യം? ഹർഷാലേ എഴുതിയോ എല്ലാവരും? നോക്കട്ടെ എല്ലാവരും. നാല് ഹർഷാലിന് ചൊടി വന്നേ. ആരോടാ? കൊറേ സമയത്ത് ക്ലാസ്സിൽ ഇരുന്നിട്ട് മടുത്തോ മോനെ? 2-3 പീരീഡായി അല്ലേ അടുപ്പിച്ച്? മിസ് കുറച്ച് നേരത്തെ മക്കളെ വിടാം കേട്ടോ. അവിടെ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് കയറിയ 2-3 മിനിറ്റ്. ഓക്കെ. ആഫിയ വെരി ഗുഡ്. ഫാത്തിമ എം വെരി ഗുഡ്. സയാൻ വെരി ഗുഡ്. അടുത്ത് ഗായത്രി എഴുതിയോ? ഹർഷാൽ എഴുതി. റിഷാൻ, നിഹാര, നിഹാൽ, ദിയ പ്രമോദ്, സായക്, ഹനിയ, ജാനകി മനു, മാർട്ടിൻ ഷനോജ്. കൊറേ പ്രാവശ്യം എഴുതി മാർട്ടിൻ. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതിയോ? പഠിച്ച? ടാ ഠ ഡ ഠ ന. ടാ ഠ ഡ ഠ ന. ഹനിയ ഫാത്തിമ വെരി ഗുഡ്. അപ്പൊ നമ്മള് ടാ ഠ ഡ ഠ ന ഠവർഗങ്ങളും പഠിച്ചു. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മള് കവർഗങ്ങൾ പഠിച്ചു. ഏതാണ് കവർഗങ്ങള്? ക, ഖ, ഗ, ഘ, ഞ. നെക്സ്റ്റ് ചവർഗങ്ങൾ പഠിച്ചു. ച, ഛ, ജ, ഛ, ഞ. നെക്സ്റ്റ് ടവർഗങ്ങൾ പഠിച്ചു. ട, ഠ, ഡ, ഠ, ന. പറഞ്ഞുകൊണ്ടിരിക്കണേ. നമ്മളെ അക്ഷരങ്ങൾ പഠിച്ചത് കൊണ്ട് കാര്യമില്ലത് ഏതാണെന്നും കൂടി അറിയണം അല്ലെ? നമ്മളെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ പറഞ്ഞുകൊണ്ട് എഴുതിയാൽ മാത്രമേ മക്കൾക്ക് പഠിക്കാൻ പറ്റൂ. അപ്പൊ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏതാ പഠിക്കാനുള്ളത് നോക്കിയേ. അപ്പൊ ടാഠ ഡാഠ ന പഠിച്ചു അല്ലേ? ഇനി വേഗം പഠിച്ചു നമ്മളെല്ലാം. നിങ്ങളൊക്കെ സ്പീഡായി. വെരി ഗുഡ് സായൻ. ഓക്കെ, അപ്പൊ ടാഠ ഡാഠ ന 5 നമ്മൾ പഠിച്ചു. ഓക്കെ, ഞാൻ എന്താ വൃത്തിക്ക് ഓക്കെ. അപ്പൊ ക, ഖ. നോക്കിയേ, വായിച്ചു നോക്കിയേ. ക, ഖ, ഗ, ഘ, ങ. നെക്സ്റ്റ് ച, ഛ, ജ, ഛ, ഞ. അടുത്തത് ട, ഠ, ഡ, ഠ, ന. ഓക്കെ, വെരി ഗുഡ് നിഹാര, നിഹാൽ. ഓക്കെ, ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി നോക്കിയ മക്കള് അത് വായിക്കാം. അതിനുശേഷം നമുക്ക് താഴത്തെ അക്ഷരങ്ങള് പഠിക്കാം അല്ലെ? ഓക്കെ,
അപ്പോ എല്ലാവരും ടെക്സ്റ്റ് എടുത്തേ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. മാനവ് നേരത്തെ ഉണ്ടായില്ലേ മോനെ? ഇപ്പൊ കയറിയാണ് അല്ലേ? അപ്പൊ നമുക്ക് ടെക്സ്റ്റ് വായിക്കാം എഴുതാന്നുള്ളത് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ എന്താ? ആരെ ഒന്ന് വായിക്കുന്നേ നോക്കട്ടെ. ആഫിയ സ്റ്റാർട്ട് ചെയ്തു. ആഫിയ ആ പേജ് ഒന്ന് വായിച്ചടാ. വെരി ഗുഡ് ജാനകി മനു. ഗരുഡൻ. ആ ഗരുഡൻ. വായിക്കാം ഏതാന്നുള്ള ഫസ്റ്റ് പിക്ചർ എന്താ? കുട. കുട. പീഠം. പീഠം. ഗരുഡൻ. ഗരുഡൻ. ധക്ക. ധക്ക. തോണി. തോണി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ജാനകി മനു. കുട. കുട. കൊട. ആ പീഠം. ഗരുഡൻ. ഗരുഡൻ. ധക്ക. ധക്ക. തോണി. തോണി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മാർട്ടിൻ ഷനോജ്. മോന് പുസ്തകം ഉണ്ടടാ? നോ. ഇല്ല അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഫാത്തിമ എം. വായിച്ചേ മോളെ. കുട. ആ പിക്ചർ നോക്കടാ. ടാ കുട. അങ്ങനെ. നെക്സ്റ്റ് പീഠം. ഗരുഡൻ. ധക്ക. തോണി. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. നെക്സ്റ്റ് ഹനിയ ഫാത്തിമ. കുട. കുട. പീഠം. പീഠം. ഗരുഡൻ. ഗരുഡൻ. ധക്ക. ധക്ക. തോണി. തോണി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് സായക് സിനീഷ്. കുട. പീഠം. പീഠം. ഗരുഡൻ. ധക്ക. ധക്ക. തോണി. വെരി ഗുഡ്. ഓക്കെ, സയാൻ. കുട. പീഠം. ഗരുഡൻ. അങ്ങനെ വായിക്കും. ഗരുഡൻ. തോണി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് റിഷാൻ ഡി എം. റിഷാൻ വായിക്കുന്നതിന് മോളെ ഓർഡറിൽ വരുവാണ് മിസ്. ഓക്കെ. കുട. പീഠം. ഗരുഡൻ. ധക്ക. തോണി. തോണി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നിഹാര. കുട. പീഠം. നെക്സ്റ്റ് ഗരുഡൻ. തോണി. വെരി ഗുഡ്. നെക്സ്റ്റ് നിഹാൽ. പീഠം. തോണി. വെരി ഗുഡ്. നെക്സ്റ്റ് ഹർഷ.
Kuda. ആ Da. ആ Kida. ഉം, Kidam. ഉം. Ta. ഗരുഡൻ. Garudan. ഉം, Ta. ആ Tony. ആ ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഗായത്രി അനീഷ്. Kuda. ഉം, Tinam. ഉം, Garudan. ഉം, Tekka. ഉം, Tony. ഉം. വെരി ഗുഡ്. ഓക്കെ നെക്സ്റ്റ് ദിയ പ്രമോദ്. Ta kuda. ആ ഠ പീഠം. Ta pidam. ഉം, Ta chagadu. ആ ഡ Ta ഗരുഡൻ. garudan. ഉം, ഡ ഡക്ക. Ta takka. ആ Na Tony. വെരി ഗുഡ്. നെക്സ്റ്റ് ഇഷിത. Ta kada. ആ Kida. ആ Vidam. ഉം, Ta garudan. ആ Ta dakka. ആ Tony. വെരി ഗുഡ്. ഓക്കെ നെക്സ്റ്റ് മാനവ് ഷൈജു. Koda. കുട. ഉം, ഠ പീഠം. Da garudan. ഉം, Da dakka. ഉം. Veena Tony. തോണി. ഓക്കെ വെരി ഗുഡ്. ഓക്കെ അപ്പൊ എല്ലാവരും വായിച്ചു അല്ലേ? ഓക്കെ അപ്പോ നെക്സ്റ്റ് നോക്കിയേ, താഴെ എന്താ എഴുതിയ മക്കൾ നോക്കിയേ, താഴെ എന്താ ഉള്ളത് ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് വൺ എന്താണ്? പിക്ചർ ഒന്നുമില്ല, താഴെ ശ്രദ്ധിച്ചേ. ഏതൊക്കെ അക്ഷര ഉള്ളത്? നമ്മൾ പഠിച്ചു. മടി അല്ലെ, മായുണ്ട്, ടാ എഴുതിയിട്ടുണ്ട്, ഈ എന്ന ചിഹ്നം ഇട്ടിട്ടുണ്ട് അല്ലെ, മടി. ഓക്കെ മടി എന്നാണ് വായിക്കുക. നെക്സ്റ്റ് വൺ എന്താ വായിക്കുക? Pada. പായും ടായും ഉണ്ട്, അപ്പൊ പട. അടുത്തത് കാ Pada. കട. നെക്സ്റ്റ് ഈ ഉണ്ട്, പിന്നെ നായുണ്ട്, അമ്മ എന്ന അനുസ്വാരമുണ്ട് അല്ലേ. അപ്പൊ എന്താ കൂട്ടി വായിക്കുക? നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചില്ലേ? ഈണം. എന്താണ്? ഈണം. അടുത്ത നെക്സ്റ്റ് വൺ നോക്കിയ അക്ഷരങ്ങള് എന്തൊക്കെയാ? ആരാ വായിക്കുന്നേ? ഓ ഓണം. വെരി ഗുഡ്. അടുത്തത് നെക്സ്റ്റ് എന്താ എഴുതിയ നോക്കിയേ? നാ ഈ ചിഹ്നം എന്താ വായിക്കുക? ഏണി. അടുത്തത് പാഠം അല്ലെ, പാഠം. നമ്മളിപ്പോ പഠിച്ച ഠായുണ്ട്, അനുസ്വാരമുണ്ട്, പാഠം. ഇനി അടുത്തത് ഡായുണ്ട്, പിന്നെ ഇപ്പായാണ്, അത് നിങ്ങൾക്ക് അറിയില്ല അല്ലെ. ഡപ്പി. ഡപ്പി എന്നാണ് വായിക്കുക, ഡപ്പി. അടുത്തത് ലാസ്റ്റ് വൺ മായുണ്ട്, ഊച്ചിഹ്നം. അന്നേരം എന്ത് വായിക്കും? ഡപ്പി. ലാസ്റ്റ് വൺ നോക്കി ഒന്ന് എല്ലാവരും നോക്കി വായിച്ചേ. മായുണ്ട്, ഊച്ചിഹ്നമുണ്ട്. എന്ത് വായിക്കും? മൂ. ആ പിന്നെയോ ഏതക്ഷര? പിന്നെയുള്ള അക്ഷരം ഏതാ? ഇപ്പൊ നമ്മള് പഠിച്ച ഠ അല്ലേ അത്? എന്നുള്ള ഠ അല്ലേ. അപ്പൊ മൂ ഠ പിന്നെ ചില്ലക്ഷരം ഉണ്ട്. ഏത് ഏതാ ചില്ലക്ഷരം അവിടെ ഉള്ളത്? ഇൻ. ഓക്കെ വെരി ഗുഡ്. ഇൻ. അപ്പൊ മൂ ഠ ഇൻ എന്ത് വായിക്കും കൂട്ടി വായിക്കുമ്പം? മൂഢൻ. മൂഢൻ. ഓക്കെ അങ്ങനെ കൂട്ടി വായിക്കണം. നമ്മൾ പഠിച്ച അക്ഷരങ്ങളല്ലേ ഇവിടെ ഉള്ളത്. ഓക്കെ മൂഢൻ. അപ്പൊ എന്തൊക്കെയാ നോക്കാം. ആദ്യത്തത് മടി. മടി അറിയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സാധനം? മടി
അല്ലേ? ആ മടി. അടുത്തത് പട അല്ലെ? അടുത്തത് എന്താ? പട. പട അറിയാം? പിന്നെ കുറെ പേർക്ക് പടയായി വരുന്ന അറിയില്ല നമ്മള്. പിന്നെ ചവിട്ടി ചവിട്ടി പോകുന്ന സ്റ്റെയർ ഉണ്ടാവില്ല, പട പറയുന്നത് അല്ലേ? നെക്സ്റ്റ് കട. ഏതാ കട? പീടിക അല്ലെ? നമ്മൾ കടയിൽ പോവാറില്ലേ? ഇവിടെ മാർക്കറ്റിൽ പോയ കടകൾ ഉണ്ടാവും അല്ലെ ഒരുപാട്. ആ കട. നെക്സ്റ്റ് അടുത്തത് ഈണം. ഈണറിയില്ലേ? പാട്ടിലൊക്കെ ഉണ്ട് ഈണം അല്ലെ? നിങ്ങളെ പാട്ട് പാടി ഓർക്കാറുണ്ടാകും. ഈണം. നെക്സ്റ്റ് എന്താ മക്കളെ? അടുത്തത് ഈണം കഴിഞ്ഞാല് ഓണം. ഓണം അറിയോ? ഓണം എപ്പോഴാണ് ഓണം ആഘോഷിക്കുന്നത്? എപ്പോഴാ ഓണം ആഘോഷിക്കുന്നത്? ഓണത്തിന് ആരാ നമ്മളെ കാണാൻ വരുന്നത്? ആ മിസ് ഇതൊക്കെ പറഞ്ഞു തന്നെയാണ് കഥയൊക്കെ. മാവേലി നമ്മളെ കാണാൻ വരും അല്ലെ? എപ്പോഴാണ്? ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഓണത്തിന് മാവേലിയാണ് നമ്മളെ കാണാൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റോറി പറഞ്ഞു തന്നില്ലേ അതിനെ പറ്റിയില്ലേ? പറഞ്ഞു തന്നിട്ടുണ്ടോ ഞാൻ? യെസ്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയില്ല ആർക്കും? മാവേലി നാടു വാണിടും കാലം പഠിച്ചിട്ടില്ലേ പാട്ട്? മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ് അതാണ് ഓണം. അപ്പൊ ഈ ഓണം മഹാബലി നമ്മളെ കാണാൻ വരുന്ന ദിവസമല്ലേ ഓണം. ഓക്കെ, നെക്സ്റ്റ് ഏണി. ഏണി. ഏണി അറിയില്ല? ലാഡർ. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലേ? ലാഡർ കേറി കേറി പോലെ ഏണി മുകളിലേക്ക്. അടുത്തത് പാഠം. എന്താ പാഠം? പാഠം മിത്ര അല്ലെ? ലെസൺ നമ്മൾ പറയാറുണ്ട് പാഠം. അടുത്തത് ഡപ്പി. ഡപ്പി എന്ന് പറഞ്ഞാൽ എന്താ? അടപ്പ്. ഡപ്പി കാണില്ലേ? ഡപ്പി. ഡപ്പി പാത്രം. അടുത്ത മൂഢൻ. മൂഢൻ ആരാ? മഠേൻ. മൂഢൻ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നന്നായിട്ടത് മടിയൻ നിങ്ങല്ല കേട്ടോ, നിങ്ങൾക്ക് ഇല്ലാത്ത സാധനല്ലേ. മടിയന്മാർ മല ചുമക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മടിയന്മാർ ആവൂല അല്ലെ? നല്ല കുട്ടികളാവും. മടിയന്മാർ എന്താ വെച്ചാൽ വലിയ മല ചുമക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മടിയന്മാരാവാതെ മുമ്പോട്ട് പോവാം. എന്നാൽ വെയിറ്റ് ഒന്നും ചുമക്കാതെ നമുക്ക് വേഗം വേഗം അന്നത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ? അല്ലേ? അങ്ങനെയാണോ? യെസ്. അപ്പൊ നമ്മൾ നല്ല കുട്ടികളാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മൾ പഠിച്ച ഏത് വ്യഞ്ജനാക്ഷരങ്ങൾ സ്റ്റാർട്ട് ചെയ്തുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? നല്ല പോലെ എഴുതി 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 തറവാക്കണം. അപ്പൊ സ്വരാക്ഷരങ്ങൾ മറക്കാൻ പാടില്ല, ചില്ലക്ഷരങ്ങൾ മറക്കാൻ പാടില്ല, ചിഹ്നങ്ങളും മറക്കാൻ പാടില്ല അല്ലേ? അപ്പൊ നമ്മൾ കവർഗങ്ങൾ പഠിച്ചു, ചവർഗങ്ങൾ പഠിച്ചു, ടവർഗങ്ങൾ പഠിച്ചിട്ടുണ്ട് വ്യഞ്ജനാക്ഷരങ്ങളില്. അതുപോലെ തന്നെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ ഇപ്പൊ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അക്ഷരങ്ങളൊക്കെ ഓർത്ത് കൂട്ടി വായിക്കണം അല്ലേ? അടുത്ത വർഷം നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? UKG ക്ലാസ്സിലേക്ക് പോണ്ടേ? അല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോണ്ടേ? UKG ക്ലാസ് അല്ല, സോറി, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോണ്ടേ? അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് എവിടെ എത്തും? ഫസ്റ്റിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, പഠിക്കുക. ഒരു ഉഷാറില്ലല്ലോ പഠിക്കുന്നു പറയാൻ. നിങ്ങൾ മടിയന്മാരാവുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നല്ല മക്കളായിട്ട് പഠിച്ച് പഠിച്ച് മുമ്പോട്ട് പോവാ അല്ലെ? എന്നാലേ നമുക്ക് എല്ലാ ദിവസവും എഴുതി എഴുതി പഠിക്കണം. അക്ഷരദീപം എഴുതണം, നമ്മുടെ 2 ലൈൻ ബുക്ക് എഴുതണം, ഒക്കെ എഴുതിയാൽ മക്കൾ എന്ത് ചെയ്യാ? വേഗം 1ാം ക്ലാസ്സിലേക്ക് എത്താൻ പറ്റും അല്ലെ? കുഞ്ഞു മക്കളെന്ന് മിസ്സിനറിയാവുകൊണ്ട് മെല്ലെ മെല്ലെ പഠിച്ച് പഠിച്ച് നന്നായിട്ട് എഴുതി എഴുതി പോകും. ഓക്കെ, ഞാൻ നിങ്ങളെ കുറെ അധികം ഇപ്പൊ പറഞ്ഞിട്ട് നേരത്തെ വിടാനും പറഞ്ഞ് മിസ് അത് പാലിക്കാതെ കുറച്ച് 7 മിനിറ്റ് ഇനിയുള്ളൂ ബാക്കി അല്ലേ? ഓക്കെ, ബൈ, സീ യു.
അപ്പൊ എന്ത് ചെയ്യണം? നല്ല പോലെ എഴുതണം. ഓക്കെ ബൈ ബൈ. ഓക്കെ പോയിട്ട് ഫുഡ് കഴിച്ചോട്ടോ, എന്നിട്ട് ഉറങ്ങിക്കോ. ഇനിയുണ്ടോ ക്ലാസ്? വെരി ഗുഡ്. ഓക്കെ എന്നാ ബൈ ബൈ, സി യു. Bye, Miss. ബൈ. Bye.